ഹായ്, ഇന്നൊരു ചെമ്മീൻ ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പക്ഷെ ഇത്തിരി സമയം നമ്മളതിന് വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ചെമ്മീനേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. അത് തലയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഇട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് ഇത്തിരി ഉള്ളതിനെ കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പും ഇട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് കൂടുതലിടാം. പക്ഷെ നമ്മളിനി സബോളയുടെ കൂടെയും മുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൽ അധികം മുളക് പൊടി ഇടാത്തതാണ് നല്ലത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സാക്കി ഇത്തിരി എണ്ണയൊക്കെ ഒഴിച്ച് ഇത് നന്നായിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വയ്ക്കണം. അപ്പം നമുക്ക് കടിക്കുമ്പോൾ അതൊരു തണുത്ത പോലെ അല്ലാണ്ട് നല്ലൊരു നല്ല കറുമുറുന്നിരിക്കുന്ന പാകത്തിൽ നമ്മൾ അത് കോരി മാറ്റിയെടുക്കണം. കോരി മാറ്റി കഴിഞ്ഞതിന് ശേഷം അതേ ഇതിലേക്ക് തന്നെയാണ് ഞാൻ ഇത്തിരി കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം സബോളയൊക്കെ ഇടാം. ആ സബോള നമുക്ക് കുറച്ചധികം വേണം. ഇതൊരു 3 സബോളയെങ്കിലും ഉണ്ടാവും. അപ്പോൾ അതിൽ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റി ഓരോന്നിന്ന് വിട്ടു വരുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതായിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീനിൽ മുളക് പൊടി ഇടുന്നതിനനുസരിച്ച് ഇതിൽ മുളക് പൊടി ഇട്ടാൽ മതി. ഇത്തിരി കളർ വേണമെന്നുണ്ടെങ്കിൽ ചെമ്മീനിൽ ഇത്തിരി കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ആയാലും ഇടാം. അത് കഴിഞ്ഞ് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മുളക് പൊടിയുടെ പച്ചമണം മാറി വരുമ്പോൾ നമ്മൾ വറുത്ത് കോരി വെച്ച ചെമ്മീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.